ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെജൻ ലെക്ചേഴ്സ്. ഇന്ന് നമുക്ക് കോംപ്ലക്സ് ഷുഗേഴ്സിലെ സെക്കൻഡ് ക്ലാസിഫിക്കേഷനായ പോളിസാക്കറൈഡിനെ കുറിച്ച് നോക്കാം. പോളിസാക്കറൈഡ്സ് ആർ ദോസ് കാർബോഹൈഡ്രേറ്റ്സ് ഹാവിംഗ് more than 10 monosaccharide units, and these monosaccharides are linked by glycosidic linkage. Each monosaccharide can be different from each other in their monosaccharide unit, chain length, type of bond, degree of branching. Okay, ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിസാക്കറൈഡ്സ് നോക്കാം. പോളിസാക്കറൈഡ്സിനെ മെയിൻലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. First is based on function and other is based on type of monosaccharide units present in polysaccharides. അപ്പോൾ based on function എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. ഒരെണ്ണമാണ് സ്റ്റോറേജ് പോളിസാക്കറൈഡ് ആൻഡ് ദ അതർ ഈസ് സ്ട്രക്ചറൽ പോളിസാക്കറൈഡ്. ഇനി സ്റ്റോറേജ് പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത് they serve as reserve food. That is, storage polysaccharide are polysaccharide that serve as reserve food. Okay. In a structural polysaccharide, they are polysaccharide that take part in forming structural framework of cell wall and skeleton. Okay. അപ്പോൾ അതാണ് സ്ട്രക്ചറൽ പോളിസാക്കറൈഡ് ഡെഫിനിഷൻ. ഇനി storage polysaccharide, they are digestible because other reserve food ആയിട്ട് ആക്ട് ചെയ്യും, therefore they are digestible. പക്ഷെ സ്ട്രക്ചറൽ പോളിസാക്കറൈഡ് എന്ന് പറയുന്നത് they are not digestible. ഇനി സ്റ്റോറേജ് പോളിസാക്കറൈഡിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ അതിന്റെ ഡെഫിനിഷൻ തന്നെയുണ്ട്. they help in or they serve as metabolic reservoir of energy. എന്ന് വെച്ചാല് ഈ സ്റ്റോറേജ് പോളിസാക്കറൈഡ് റിസർവ് ചെയ്തിരുന്ന ഫുഡിന് ബ്രേക്ക് ഡൗൺ വഴി നമുക്ക് എനർജി ലഭിക്കുന്നു. അപ്പൊ അതാണ് സ്റ്റോറേജ് പോളിസാക്കറൈഡ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി സ്ട്രക്ചറൽ പോളിസാക്കറൈഡിന്റെ ഫംഗ്ഷൻ എന്താണ്? they form a rigid mechanical structure in plants and animals. ഇനി സ്റ്റോറേജ് പോളിസാക്കറൈഡിന്റെ എക്സാമ്പിൾസ് ആണ് സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ ആൻഡ് ഇനുലിൻ. അതേപോലെ സ്ട്രക്ചറൽ പോളിസാക്കറൈഡിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു രണ്ട് എക്സാമ്പിൾസ് ആണ് സെല്ലുലോസും അതേപോലെ കൈറ്റിൻ. അപ്പൊ ഇതാണ് പോളിസാക്കറൈഡിന്റെ ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ എന്ന ക്ലാസിഫിക്കേഷനിലെ സ്റ്റോറേജ് പോളിസാക്കറൈഡും സ്ട്രക്ചറൽ പോളിസാക്കറൈഡും. ഇനി ലെറ്റ്സ് ഗോസ് ടു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് മോണോസാക്കറൈഡ് യൂണിറ്റ്സ്. അത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. They are homopolysaccharide and heteropolysaccharide. ഇതിന്റെ പേരുകൾ തന്നെയുണ്ട് അതെന്താന്നുള്ള കാര്യം. ഹോമോപോളിസാക്കറൈഡ് എന്ന് വെച്ചാൽ ഹോമോ, സിമിലർ ടൈപ്പ് ഓഫ്. അപ്പോ ഈ ഹോമോപോളിസാക്കറൈഡില് they contain a single type of monosaccharide അല്ലെങ്കിൽ സിംഗിൾ ടൈപ്പ്, they are made up of a similar type of monosaccharides. ഇപ്പൊ ഗ്ലൂക്കോസ് ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആ പോളിമർ മൊത്തം ഗ്ലൂക്കോസ് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അവരുടെ സ്ട്രക്ചർ ഇസ് വെരി സിമ്പിൾ. ദേ ഹാവ് എ വെരി സിമ്പിൾ സ്ട്രക്ചർ. ഓക്കെ, ഇനി ഹെട്രോപോളിസാക്കറൈഡ് എന്ന് പറയുന്നത് ഹെട്രോ മീൻസ് മോർ ദാൻ വൺ ടൈപ്പ്. ഹെട്രോപോളിസാക്കറൈഡ് മീൻസ് ദേ ആർ പോളിസാക്കറൈഡ് ഹാവിംഗ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് മോണോസാക്കറൈഡ്സ്. ഓക്കെ, ഇനി അതുകൊണ്ട് തന്നെ the structure is very complex. ഇനി ഈ ഹോമോപോളിസാക്കറൈഡ് എന്ന് പറയുന്നത് സിംഗിൾ ടൈപ്പ് ഓഫ് മോണോസാക്കറൈഡ് ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഹൈഡ്രോളിസിസ് വഴി നമുക്ക് വിൽ ഗെറ്റ് സിംഗിൾ ടൈപ്പ് ഓഫ് മോണോസാക്കറൈഡ്. ഇതിന്റെ ഹൈഡ്രോളിസിസ് വഴി നമുക്ക് വിൽ ഗെറ്റ് എ മിക്സ്ചർ ഓഫ് മോണോസാക്കറൈഡ്സ്. ഓക്കെ, ഹോമോപോളിസാക്കറൈഡ്സിന്റെ എക്സാമ്പിൾസ് ആണ് സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ ആൻഡ് സെല്ലുലോസ്. ഇനി ഹെട്രോപോളിസാക്കറൈഡ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് കോൺഡ്രിയോയിറ്റിൻ, ഹൈലറോണിക് ആസിഡ് ആൻഡ് ഹെപ്പാരിൻ. ഓക്കെ, ആദ്യത്തെ എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്.
സ്റ്റാർച്ച് നമ്മൾ പഠിച്ചു, ഇറ്റ്സ് എ സ്റ്റോറേജ് പോളിസാക്കറൈഡ് ആൻഡ് ഈസ് ഓൾസോ എ ഹോമോപോളിസാക്കറൈഡ്. ഇനി സ്റ്റാർച്ച് എന്ന് പറയുന്നത് പ്ലാന്റ്സില് കാർബോഹൈഡ്രേറ്റിന്റെ സ്റ്റോറേജ് ഫോം എന്ന് പറയുന്നതാണ് സ്റ്റാർച്ച്. അപ്പം കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ പ്ലാന്റിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഏത് ഫോമിലാണ്? സ്റ്റാർച്ചിന്റെ ഫോമിലാണ് ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദേ ആർ ഫോംഡ് ആസ് ആൻ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഓക്കെ, ഇനി സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് കമ്പോസ് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് കമ്പോസ്ഡ് ഓഫ് 2 കമ്പോണൻസ്. ആദ്യത്തെയാണ് അമൈലോസ് ആൻഡ് അടുത്തതാണ് അമൈലോസ് പെക്റ്റിൻ. ഓക്കെ, ആൻഡ് ഈ രണ്ട് അമൈലോസ് ആയാലും അമൈലോപെക്റ്റിൻ ആയാലും they are formed by condensation of alpha D glucose, which means starch is made up of homopolymer of alpha D glucose. അതിന്റെ 2 കമ്പോണൻസ് ആണ്, സ്റ്റാർച്ചിന്റെ 2 കമ്പോണൻസ് ആണ് അമൈലോസും അമൈലോപെക്റ്റിനും. ഓക്കെ, ഈ അമൈലോസ് എന്ന് പറയുന്നത് ദേ ആർ ലീനിയർ ആയതുകൊണ്ട് തന്നെ അതിലെ ഗ്ലൂക്കോസ് റെസിഡ്യൂസ് ലിങ്ക് ചെയ്തിരിക്കുന്നത് ആൽഫ 1,4 ലിങ്കേജ് വഴിയാണ്. ഓക്കെ, ഇനി അമൈലോപെക്റ്റിൻ എന്ന് പറയുന്നത് ദേ ആർ ബ്രാഞ്ച്ഡ് മീൻസ് അവരുടെ കാർബൺ അല്ലെങ്കിൽ മോണോസാക്കറൈഡിന്റെ യൂണിറ്റ്സ് തമ്മിൽ, ഗ്ലൂക്കോസ് യൂണിറ്റ്സ് തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുന്നത് ആൽഫ 1,6 ലിങ്കേജ് വഴിയാണ്. ഓക്കെ, ആൻഡ് ദിസ് അമൈലോസ് ഈസ് വാട്ടർ സൊല്യൂബിൾ. പക്ഷെ അമൈലോപെക്റ്റിൻ എന്ന് പറയുന്നത് ദേ ആർ ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ. ഇനി നമുക്കറിയാം ചോർക്ക് വേവിക്കുമ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം കിട്ടും, അത് ജെല്ല് ടൈപ്പ്. അത് കുറച്ചും കൂടിയും കഴിയുമ്പോൾ അത് ജെൽ ടൈപ്പായിട്ട് ഫോം ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് അമൈലോപെക്റ്റിൻ. നമ്മൾ ആ സ്റ്റാർച്ചുള്ള ആ വാട്ടർ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ അമൈലോപെക്റ്റിന്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH ഗ്രൂപ്പ് എക്സ്പോസ് ആവും. ആൻഡ് ദിസ് എക്സ്പോസ്ഡ് OH ഗ്രൂപ്പ് റിസൾട്ട് ഇൻ അല്ലെങ്കിൽ ഹെൽപ്പ് ഇൻ ജെൽ ഫോർമേഷൻ. ഓക്കെ, ആൻഡ് അമൈലോസ് എന്ന് പറയുന്നത് ദേ കണ്ടെയ്ൻ 200 to 1000 ഗ്ലൂക്കോസ് റെസിഡ്യൂസ്. അമൈലോപെക്റ്റിനിൽ ദേ കണ്ടെയ്ൻ 2000 to 200,000 ഓഫ് ഗ്ലൂക്കോസ് റെസിഡ്യൂസ്. നമുക്കറിയാം സ്റ്റാർച്ച് ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റാണ് അയോഡിൻ ടെസ്റ്റ്. അപ്പൊ സ്റ്റാർച്ച് ടെസ്റ്റിൽ അല്ലെങ്കിൽ അയോഡിൻ ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷനാണ് പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷൻ. ഇനി അതിൽ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ ആ അയോഡിന്റെ ബ്രൗൺ കളറ് ബ്ലാക്ക് കളർ അല്ലെങ്കിൽ റെഡ് വയലറ്റ് കളർ ആയിരിക്കും. അപ്പൊ ബ്ലാക്ക് ആണെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് അമൈലോസ്, റെഡ് വയലറ്റ് ആണെങ്കിൽ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് അമൈലോപെക്റ്റിൻ. ഇനി സ്റ്റാർച്ചിലെ ഏറ്റവും അധികം ലൈക്ക് 65% to 85% എന്ന് പറയുന്നത് അമൈലോപെക്റ്റിൻ ആണ്. അമൈലോസിന്റെ ഫ്രാക്ഷൻ കുറവായിരിക്കും. ഓക്കെ, ഇനി അമൈലോസിന്റെ സ്ട്രക്ചർ, അമൈലോസ് ലീനിയർ ആണ്. അതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്പ്രിങ് പോലെ ഇരിക്കും. ഓക്കെ, ഇനി ഈ അയോഡിൻ മോളിക്യൂൾ സ്പ്രിങ് പോലെ ഇരിക്കുന്നുണ്ട്. അയോഡിൻ മോളിക്യൂളില് ഇതിന്റെ ഉള്ളില് ട്രാപ്പ് ആവും. അതുകൊണ്ടാണ് ഇതിന് ബ്ലാക്ക് കളർ വരാൻ കാരണം. പക്ഷെ അമൈലോപെക്റ്റിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈലി ബ്രാഞ്ച്ഡ് ആയതുകൊണ്ട് ഈ അയോഡിനില് ഇതിലോട്ട് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ദേ അപ്പിയർ എസ് റെഡ് വയലറ്റ് കളർ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കും, അതെന്താ അകത്തിരുന്ന ഒരു കളറ് ഇതിൽ അകത്തിരുന്നില്ല വേറെ കളർ എന്താന്ന് ചോദിക്കും. അതെന്താന്ന് വെച്ചാല് ഇതിന്റെ ലൈറ്റ് അബ്സോർബൻസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹെലിക്സിന്റെ അകത്തിരുന്ന ഒരു കളറായിരിക്കും അതിന്റെ ലൈറ്റ് അബ്സോർബൻസ്. അതേപോലെ അതിന്റെ ഹെലിക്സിന്റെ പുറത്തായിരിക്കണമെങ്കിൽ അതിന്റെ ലൈറ്റ് അബ്സോർബൻസ് എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് ആ കളർ ഡിഫറൻസ് വരുന്നത്. ഇത് ഹെലിക്സ് ഷേപ്പ് അല്ലെങ്കിൽ സ്പ്രിംഗ് ഷേപ്പ് ആയതുകൊണ്ട് അയോഡിൻ വിൽ ഗെറ്റ് ട്രാപ്പ് ഇൻ ടു ദിസ് ഹെലിക്സ്. ദെയർഫോർ ലൈറ്റ് അബ്സോർബൻസ് കുറച്ച് വേരി ചെയ്യും. അതുകൊണ്ട് അതിന്റെ കളർ ബ്ലാക്ക് ആവും. ഇതിന്റെ ഹെലിക്സ് ഓപ്പൺ ആണ്, ഓപ്പൺ ചെയിൻ ആണ്, ഹൈലി ബ്രാഞ്ച്ഡ് ആണ്. അയോഡിൻ കനോട്ട് ട്രാപ്ഡ് ഇൻ ടു ഇറ്റ്. അതുകൊണ്ട് അതിന്റെ ലൈറ്റ് അബ്സോർബൻസ് വേരി ചെയ്യും. ആൻഡ് ഇറ്റ് അപ്പിയർസ്
red-violet color. And this is a structure of starch. Starch എന്ന് പറയുന്നത് is made up of amylose and amylopectin. Amylose എന്ന് പറഞ്ഞാൽ ലീനിയർ alpha 1,4 ആണ്. Amylopectin എന്ന് പറഞ്ഞാൽ is alpha 1,6 linkage ആണ്. And this is alpha 1,6 linkage. ഇത് C1 ആയിരിക്കും, ഇത് C6 ആയിരിക്കും. ആൻഡ് ഇതൊക്കെയാണ് ആൽഫ 1,4 ലിങ്കേജ് എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് കാർബൺ ആയിരിക്കും. ദിസ് വിൽ ബി ദ ഫോർത്ത് കാർബൺ. അടുത്ത എക്സാമ്പിൾ ആണ് ഗ്ലൈക്കോജൻ. നമ്മൾ പറഞ്ഞു ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റോറേജ് പോളിസാക്കറൈഡ് ആണ്. അതേപോലെ ദേ ആർ ഓൾസോ ഹോമോ പോളിസാക്കറൈഡ്. ഇനി ദീസ് ആർ ഓൾസോ മേഡ് അപ്പ് ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ്. ഓക്കെ, ഇനി ഗ്ലൈക്കോജന്റെ വേറൊരു പേരാണ് അനിമൽ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ചാല് നമ്മുടെ അനിമൽസിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഗ്ലൈക്കോജന്റെ ഫോമിലാണ്. ഓക്കെ, ആൻഡ് ദീസ് കാർബോഹൈഡ്രേറ്റ്സ് ആർ സ്റ്റോർഡ് ആസ് ഗ്ലൈക്കോജൻ മെയിൻലി ഇൻ ലിവർ ആൻഡ് മസിൽ. ലിവറിലാണ് കൂടുതൽ ശതമാനം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. മസിൽസിൽ അത്രയില്ല. ലൈക്ക് 0.1 kg, ലൈക്ക് 100 mg ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ലിവറിലാണ്. അതിനൊക്കെ കുറവ്, ലെസ് എമൗണ്ട്, ലിമിറ്റഡ് ആയിട്ട് ലെസ് പെർസെൻറ്റേജിലാണ്, ലെസ് എമൗണ്ടിലാണ് മസിൽസിൽ ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമുക്കറിയാം ഒരു ലിമിറ്റഡ് എമൗണ്ടിലാണ് ഈ ഗ്ലൈക്കോജൻ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ലിവറിലായാലും മസിൽസിലായാലും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കിയത്തെ എമൗണ്ട് ഓഫ് ഗ്ലൈക്കോജൻ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഫാറ്റ്. ഗ്ലൂക്കോസിന് അസച്ചായിട്ട് നമ്മുടെ സെൽസിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് സെല്ലിന്റെ അകത്തോട്ട് കടക്കും. അങ്ങനെ ഓസ്മോട്ടിക് റപ്ചർ ഉണ്ടാവും. ഓസ്മോട്ടിക് റപ്ചർ ഉണ്ടായി സെൽ വിൽ ഗെറ്റ് ഡിസ്ട്രോയിഡ്. അതുകൊണ്ട് നമ്മൾ ഗ്ലൂക്കോസിനെ എപ്പോഴും ഗ്ലൈക്കോജൻ ആയിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി ഗ്ലൂക്കോജൻ എങ്ങനെയാണ് ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണത്? ആ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലൈക്കോജെനസിസ് എന്ന് പറയുന്നത്. ജെനസിസ് മീൻസ് സിന്തസിസ്. അപ്പോൾ ഗ്ലൈക്കോജന്റെ സിന്തസിസിനെയാണ് ഫ്രം ഗ്ലൂക്കോസ്, അതാണ് ഗ്ലൈക്കോജെനസിസ്. ഇനി നമുക്ക് ഇപ്പോൾ എനർജി ഒക്കെ കുറയുമ്പോൾ നമ്മളെ ഗ്ലൈക്കോജന് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യും ഇൻടു ഗ്ലൂക്കോസ്. And this glucose will undergo glycolysis pathway and other metabolic pathway. അങ്ങനെ നമുക്ക് ഫൈനലി നമുക്ക് എനർജി കിട്ടും. അപ്പോൾ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്ലൈക്കോജന്റെ ബ്രേക്ക് ഡൗണിനെയാണ് ഗ്ലൈക്കോജനോലൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൈക്കോജനോലൈസിസിൽ ഗ്ലൈക്കോജൻ വിൽ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഗ്ലൂക്കോസ് വിൽ ബി യൂസ്ഡ് ഫോർ എനർജി പ്രൊഡക്ഷൻ. ഇനി ഗ്ലൈക്കോജന്റെ വേറെ ഫംഗ്ഷൻ ആണ് glycogen is involved in regulating blood glucose level. അതെങ്ങനെയാ? ബ്ലഡ് ഗ്ലൂക്കോസ് കൂടുമ്പോൾ ഗ്ലൂക്കോസിനെ നമ്മൾ ഗ്ലൈക്കോജനസിസ് വഴി കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഗ്ലൂക്കോസിന്റെ എമൗണ്ട് അല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കുറവാണെങ്കിലോ ഗ്ലൈക്കോജൻ വിൽ അണ്ടർഗോ ഗ്ലൈക്കോജനോലൈസിസ് ആൻഡ് ഗ്ലൂക്കോസ് വിൽ ബി റിലീസ്ഡ്. അങ്ങനെ നമുക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിന്റെ റെഗുലേഷനിൽ നമുക്കൊരു ഗ്ലൈക്കോജന്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാം. ഇനി നമുക്ക് സ്ട്രക്ചർ നോക്കാം. ഈ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ദിസ് ഇസ് ഹൈലി ബ്രാഞ്ച്ഡ് ഹോമോ പോളിസാക്കറൈഡ് ആണ്. ഓക്കെ, ഇനി ഗ്ലൈക്കോജന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈസ് സിമിലർ ടു അമൈലോപെക്റ്റിൻ. അമൈലോപെക്റ്റിൻ നമുക്കറിയാം എവറി 20 to 25 ഇന്റർവെൽസിൽ ബ്രാഞ്ചിങ് നടക്കും. ഈ ഗ്ലൈക്കോജൻ ആണെങ്കിലോ എവറി 80 to 100 യൂണിറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ഇന്റർവെല്ലാകുമ്പോൾ ഒരു ബ്രാഞ്ചിങ് നടക്കും. എന്ന് വെച്ചാൽ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് അമൈലോപെക്റ്റിനേക്കാളും ഹൈലി ബ്രാഞ്ച്ഡ് ആണ്. ബ്രാഞ്ച്ഡ് ഹോമോപോളി സാക്കറൈഡ് ആണ്. ഓക്കെ, ഇനി ഗ്ലൈക്കോജൻ കണ്ടെയ്ൻ ലീനിയർ and branched portion. ഓക്കെ, ലീനിയർ എന്ന് പറഞ്ഞാൽ അൺബ്രാഞ്ച്ഡ് പോർഷനിലുള്ള ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ടാക്കിയിരുന്ന ആൽഫ 1,4 ബോണ്ടായിരിക്കും. ബ്രാഞ്ച്ഡ് പോർഷൻസിൽ ഉണ്ടാകുന്ന ബോണ്ടാണ് ആൽഫ 1,6
ബോണ്ട്. അപ്പൊ ഇതാണ് സ്ട്രക്ചർ ഓഫ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. ഇതാണ് ഗ്ലൈക്കോജന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് അമൈലോപെക്റ്റിൻ ലെസ് ബ്രാഞ്ച്ഡ്. ഇതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗ്ലൈക്കോജൻ ഈസ് ഹൈലി ബ്രാഞ്ച്ഡ് സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് ഗ്ലൈക്കോജൻ. ഓക്കെ, അടുത്ത എക്സാമ്പിൾ ആണ് ഇനുലിൻ എന്ന് പറയുന്നത്. ഇനുലിനും ദേ ആർ ഓൾസോ സ്റ്റോറേജ് പോളിസാക്കറൈഡ്, they are homopolysaccharide and they are made up of beta D fructose unit. ഇനി ഇനുലിനിൽ they contain 30 to 35 molecules of beta D fructose. ഇനി അത് ലിങ്ക് ചെയ്തിരിക്കുന്നത് ബീറ്റ 1,2 ലിങ്കേജ് ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം ബീറ്റ 1,2 ലിങ്കേജ് ഉള്ള ഒരു സാധനവും നമുക്ക് ഡൈജസ്റ്റ് ആവില്ല. നമ്മുടെ ബോഡിയിൽ അത് ക്ലീവ് ചെയ്യാനുള്ള ഒരു എൻസൈം നമ്മുടെ ബോഡിയിലില്ല. therefore they are not digestible. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഇനുലിൻ cannot be digested, and this inulin is mainly distributed in plant roots and rhizomes. ഇനി this inulin are insoluble in water. ഇനി അതിന്റെ ഒരു സ്ട്രക്ചറാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കണേ. ബീറ്റ ഡി ഫ്രക്ടോസ് യൂണിറ്റ്സ് ആണിത്, ആൻഡ് ദേ ആർ ലിങ്ക്ഡ് ബൈ ബീറ്റ 1 to 2 ലിങ്കേജ്. എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്യും. ഇതിന്റെ ഒരു പോളിമറാണ് ഇനുലിനിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ഇനുലിൻ. ദേ ആർ സീൻ ഇൻ മെയിൻലി ഇൻ പ്ലാന്റ് റൂട്ട്സ് ആൻഡ് റൈസോംസ്, ആൻഡ് അവിടെ അവര് ദ സ്റ്റോർ carbohydrate in the form of inulin and not in the form of starch. നേരം കണ്ടതാണ് സ്റ്റോറേജ് പോളിസാക്കറൈഡും അതിന്റെ എക്സാമ്പിൾസും ഫംഗ്ഷൻ. ഇനി സ്ട്രക്ചറൽ പോളിസാക്കറൈഡ്സ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സെല്ലുലോസ്. നമുക്കറിയാം സെല്ലുലോസ് ആർ പ്രസന്റ് ഇൻ സെൽ വാൾസ് ഓഫ് പ്ലാന്റ്സ്, ആൻഡ് ഈ സെല്ലുലോസ് ഇസ് മേഡ് അപ്പ് ഓഫ് ബീറ്റ ഡി ഗ്ലൂക്കോസ്. ഇനി ബീറ്റ ഡി ഗ്ലൂക്കോസിന്റെ ഒരു ഹോമോ പോളിസാക്കറൈഡ് ആണ് സെല്ലുലോസ്. അതിന്റെ ലിങ്കേജ് ആണ് ബീറ്റ 1,4. ഓക്കെ, ഇനി ബീറ്റ 1,4 അതുപോലെ തന്നെ ബീറ്റ 1,2 ആയാലും നമ്മുടെ ശരീരത്തിൽ അത് ഡൈജസ്റ്റബിൾ ആവില്ല. ബിക്കോസ് വി ഡോണ്ട് ഹാവ് എൻസൈം ടു ക്ലീവ് ബീറ്റ ലിങ്കേജ്. അതുകൊണ്ടാണ് ഇവിടെ ഇനുലിനിലായാലും ഞാൻ പറഞ്ഞത് ദേ ആർ നോട്ട് ഡൈജസ്റ്റബിൾ. ഇനി ടെർമൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചിതല്, അതേപോലെ വുഡ് ഫീഡിങ് കോക്രോച്ചിലൊക്കെ അവർ ശരിക്കും ഫീഡ് ചെയ്യുന്നത് സെല്ലുലോസ് ആണ്, അല്ലെങ്കിൽ വുഡ്സിനൊക്കെയാണ്. വുഡ്സിലൊക്കെ സെല്ലുലോസ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ അവർക്ക് ഫീഡ് ചെയ്യേണ്ട, അപ്പോൾ അതിനൊക്കെ അവർക്ക് ഡൈജസ്റ്റ് ചെയ്യണം. അപ്പൊ അവരുടെ ഗട്ട്സിൽ ട്രൈക്കോണിംഫ എന്ന് പറഞ്ഞ ഒരു ഫ്ലജല്ലേറ്റ്സ് ഉണ്ട്. ഇവർക്ക് സെല്ലുലേസ് എന്ന് പറഞ്ഞ എൻസൈം സെക്രറ്റ് ചെയ്യാൻ പറ്റും, ആൻഡ് ദീസ് ക്യാൻ ക്ലീവ് സെല്ലുലോസ്. ഇനി റുമിനൻസ്, അതേപോലെ റുമിൻസ് ലൈക്ക് കൗ, കൗസിലൊക്കെ ആണെങ്കിൽ കൗസിന്റെ ഗട്ട്സിൽ ദേ കണ്ടെയ്ൻ അനൈറോബിക് ബാക്ടീരിയ. ദീസ് അനൈറോബിക് ബാക്ടീരിയ secrete cellulase enzyme, and cellulase enzyme helps in digestion of cellulose. പക്ഷെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ അങ്ങനത്തെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ഇല്ല. അതുകൊണ്ട് നമുക്ക് സെല്ലുലോസിനെ ക്ലീവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അടുത്ത സ്ട്രക്ചറൽ പോളിസാക്കറൈഡിന്റെ എക്സാമ്പിൾ ആണ് കൈറ്റിൻ. കൈറ്റിനും ഒരു ഹോമോ പോളിസാക്കറൈഡ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് N-acetyl beta D glucosamine, and these are linked by beta 1,4 linkage. ഇനി കൈറ്റിൻ സാധാരണ കാണുന്നത് ഹാർഡ് എക്സോസ്കെൽട്ടർ ഓഫ് ആർത്രോപോഡ്സ് ലൈക്ക് ക്രസ്റ്റേഷ്യൻസ്, അതേപോലെ ഇൻസെക്ട്സിന്റെ ഒക്കെ എക്സോസ്കെൽട്ടനിൽ കാണുന്ന സ്ട്രക്ചറൽ പോളിസാക്കറാണ് കൈറ്റിൻ, ആൻഡ് ദീസ് ആർ ഓൾസോ സീൻ ഇൻ സെൽ വാൾസ് ഓഫ് ഫഞ്ചൈ ആൻഡ് സ്കെയിൽസ് ഓഫ് ഫിഷ്. ഓക്കെ, അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സിമിലർ ടു സെല്ലുലോസ്. അപ്പൊ സെല്ലുലോസിന്റെ സ്ട്രക്ചർ നമുക്കറിയാം, ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് ബീറ്റ ഡി ഗ്ലൂക്കോസ് ലിങ്ക്ഡ് ബൈ ബീറ്റ 1,4. പക്ഷെ ഇതിനെങ്ങനെയാന്ന് വെച്ചാല് ഈ ഓരോ ബീറ്റ ഡി ഗ്ലൂക്കോസിന്റെയും OH ഗ്രൂപ്പ് വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് അസിറ്റൈൽ അമൈൻ.
ഇനി ഇതുകൊണ്ട് തന്നെ this helps in increased hydrogen bonding between adjacent polymer, and this gives chitin its increased strength. Okay. ഇനി ആർത്രോപോഡ്സ് ലൈക്ക് ക്രസ്റ്റേഷ്യൻസിലൊക്കെ ഈ സെല്ലുലോസ് ഇസ് combined with calcium carbonate. ലൈക്ക് ക്രസ്റ്റേഷ്യൻസിലൊക്കെ സെല്ലോസ് കാൽസ്യം കാർബണേറ്റ് ആയിട്ടായിരിക്കും കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്രസ്റ്റേഷ്യൻസിന്റെ ആ എക്സോസ്കെൽറ്റൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി മച്ച് സ്ട്രോങ്കർ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ ബീറ്റ 1,4 ലിങ്കേജ് ആയതുകൊണ്ട് തന്നെ cannot be digestible. ഓക്കെ, ആൻഡ് ദിസ് കൈറ്റിൻ ഈസ് ഇൻസോളബിൾ ഇൻ വാട്ടർ. അപ്പോൾ ഇതൊക്കെയാണ് കൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് കൈറ്റിന്റെ കുറച്ച് യൂസസ് നോക്കാം. കൈറ്റിൻ ഇസ് എ ഗുഡ് ഇൻഡ്യൂസർ ഓഫ് പ്ലാന്റ് ഡിഫൻസ് മെക്കാനിസംസ് ഫോർ കൺട്രോളിങ് ഡിസീസ്. ഓക്കെ, ഇതൊരു പ്ലാന്റ് ഡിഫൻസ് മെക്കാനിസത്തിന് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും കൈറ്റിന്. കമേഴ്ഷ്യൽ ഫംഗ്ഷനാണ് അടുത്തത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട് കോട്ടിങ്ങിലൊക്കെ നമ്മൾ കൈറ്റിൻ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ ഇറ്റ് എക്സ്റ്റെൻഡ് ഷെൽഫ് ലൈഫ്. മോഡിഫൈഡ് കൈറ്റിൻസ് ഫ്രൂട്ട് കോട്ടിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് യൂസ് ടു എക്സ്റ്റെൻഡ് ഷെൽഫ് ലൈഫ് ഓഫ് ഫ്രൂട്ട്സ്. ഇനി അതേപോലെ തന്നെ കൈറ്റിൻ ഡെറിവേറ്റീവ്സ് നമ്മുടെ ഫ്രൂട്ട്സിലൊക്കെ ആഡ് ചെയ്യും, മീറ്റിലൊക്കെ ആഡ് ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ അത് മീറ്റിന്റെ റാൻസിഡിറ്റി അല്ലെങ്കിൽ ഓട്ടോ ഓക്സിഡേഷനൊക്കെ സ്ലോ ഡൗൺ ചെയ്യും അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ മീറ്റിൽ കുറെ ഫ്രീ ആയിട്ടുള്ള അയൺ ഗ്രൂപ്പ്സ് ഉണ്ട്, Fe ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ അത് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ദിസ് വിൽ റിയാക്ട് വിത്ത് ഓക്സിജൻ ആൻഡ് ഫോം ഫ്രീ റാഡിക്കൽസ്. അപ്പോഴാണ് ഈ മീറ്റിൽ ഓട്ടോ ഓക്സിഡേഷൻ നടക്കുന്നത്, അത് ചീത്തയാവാനും കാരണം. പക്ഷെ നമ്മൾ കൈറ്റിൻ ഡെറിവേറ്റീവ്സ് മീറ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ കൈറ്റിൻ ഡെറിവേറ്റീവ്സ് വിൽ ബൈൻഡ് ടു ഫ്രീ Fe ഗ്രൂപ്പ്സ്. Fe ഗ്രൂപ്പിന് ഓക്സിജനായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല, ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യില്ല. മീറ്റിന്റെ റാൻസിഡിറ്റി അല്ലെങ്കിൽ ഓട്ടോ ഓക്സിഡേഷൻ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. ദീസ് ആർ യൂസ് ഓഫ് കൈറ്റിൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹെറ്ററോപോളിസാക്കറിനെ കുറിച്ച് പഠിക്കാം. Okay, well, thank you so much for listening me. Have a nice day.